ഹരി ഓം. ദശക 25 ശ്ലോകം 3. തപ്തസ്വർണസവർണഘൂർണതതിരുക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പപ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപുഃ വ്യാപ്തവ്യാപ്തമഹാധരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം. പദച്ഛേദം നോക്കാം. തപ്ത സ്വർണ സവർണ ഘൂർണത് അതിരുക്ഷ അക്ഷം സടാ കേസര. തപ്തസ്വർണ സവർണ ഘൂർണതതിരുക്ഷാക്ഷം സടാകേസര. തപ്ത സ്വർണ സവർണ ഘൂർണത് അതിരൂക്ഷ അക്ഷം, അതാണ് ഘൂർണതതിരുക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിത അംബരം അഹോ ജീയാത് തവ ഇദം വപുഃ. പ്രോത്കമ്പ പ്രനികുംബിത അംബരം അഹോ ജീയാത് തവ ഇദം വപുഃ. പ്രോത്കമ്പപ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപു. ജീയാത് തവ ഇദം വപു, അതാണ് ജീയാത്തവേദം എന്നാണ് നമ്മൾ വായിച്ചു വരുമ്പം ജീയാത്തവേദം നായി കേൾക്കും. പക്ഷെ ജീയാത് തവ ഇദം, അതാണ് ജീയാത്തവേദം വപു. വ്യാപ്ത മഹാദരീ സഖ മുഖം ഖഡ്ഗ ഉഗ്ര വൽഗത് മഹാ. വ്യാപ്ത മഹാദരീ സഖ മുഖം ഖഡ്ഗ ഉഗ്ര വൽഗത് മഹാ. വ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രാ യുഗ ഉഡ്ഡാമരം. യുഗ ഉഡ്ഡാമരം. ജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗോഡാമരം. ദംഷ്ട്രായുഗോഡാമരം. ജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗോഡാമരം. തപ്തസ്വർണ സവർണ ഘൂർണതതിരുക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപുഃ. വ്യാപ്ത മഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമ ദൃശ്യമാന സുമഹാ ദംഷ്ട്രായുഗോഡാമരം. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. ശ്ലോകം 2 ആ തൂണിൽ നിന്ന് പിളർന്ന ആ നരസിംഹം വെളിയിലേക്ക് വന്നു എന്ന് പറഞ്ഞു. ആ നരസിംഹത്തിൻ്റെ വപുസിനെ ഇവിടെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത് 3-ാം ശ്ലോകത്തിൽ. തപ്തസ്വർണ സവർണ ഘൂർണതതിരുക്ഷാക്ഷം. തപ്തസ്വർണ സവർണ ഘൂർണതതിരുക്ഷാക്ഷം. തപ്തസ്വർണ ആ ഉരുകിയ ആ തങ്കത്തിൻ്റെ നിറമുള്ളത് എന്നാണ്. ഒരു തങ്കത്തിൻ്റെയൊക്കെ നിറം എന്നാണ് മഞ്ഞ നിറം. അപ്പോൾ ഉരുക തങ്കത്തിൻ്റെ നിറമുള്ളവയും ഘൂർണതതിരുക്ഷാക്ഷം ഉരുട്ടി മിഴിച്ചവയും അത്യുഗ്രങ്ങളുമായ കണ്ണുകളോടുകൂടിയ. അപ്പോൾ അതിനെ വിവരിക്കുകയാണ്. ആ നരസിംഹത്തിൻ്റെ ആ രൂപത്തിനെ വിവരിക്കുകയാണ്. ഉരുകിയ ആ തങ്കത്തിൻ്റെ നിറമുള്ളവയും ഉരുട്ടി മിഴിച്ചവയും അത്യുഗ്രങ്ങളുമായ കണ്ണുകളോടുകൂടിയ സടാകേസര പ്രോത്കമ്പ പ്രനികംബിതാംബരം വ്യാപ്ത മഹാദരീ സഖമുഖം. സടാകേസര പ്രോത്കമ്പ പ്രനികംബിതാംബിതം എന്ന് വെച്ചാൽ എന്തോന്നാണ്? സടാകേസരം. സടയെന്ന് പറഞ്ഞാൽ ചെട കെട്ടിയത്. ആ ചെട കെട്ടിയ ആ സ്കന്ധരോമങ്ങൾ എഴുന്നു ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്, ആകാശത്തിനെ ഇങ്ങനെ മൂടിക്കളയുന്നത്,
അങ്ങനെയുള്ളതുമായ സടാകേസര, അതാണ് സടാകേസരം എന്ന് പറഞ്ഞാൽ ചിടകെട്ടിയ ആ സ്കന്ധരോമങ്ങൾ. സടാകേസര പ്രോത്കമ്പപ്രനികുംബിതാംബരം, അങ്ങനെയുള്ള ആ സ്കന്ധരോമങ്ങൾ ഉയർന്ന് ആകാശം വരെ ആ മുച്ചൂട് മൂടിക്കളയുന്ന വ്യാപ്ത മഹാദരീസഖമുഖം. വ്യാപ്ത ആ വായ തുറന്നപ്പോഴത് വിസ്താരമേറിയ ഒരു മഹാഗുഹയ്ക്ക് സദൃശ്യമായി തീർന്ന, അതാണ് അങ്ങ് വലിപ്പമുള്ളത് വായ, വലിപ്പമുള്ള വായ. ആ വ്യാപ്തം അത്രയും വ്യാപ്തമുള്ളത് വായ തുറന്നപ്പോൾ അത് വിസ്താരമേറിയ ഒരു മഹാഗുഹയ്ക്ക് സദൃശ്യമായി തീർന്ന, അതാണ് വ്യാപ്ത മഹാദരീ സഖമുഖം. ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാ നിർഗമദൃശ്യമാന സുമഹാദംഷ്ട്രായുഗോഡാമരം. ഖഡ്ഗോഗ്രവൽഗൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഖഡ്ഗം എന്ന് പറഞ്ഞാൽ വാള്. അപ്പോൾ അങ്ങനെ ഉഗ്രമായിട്ടുള്ള വാൾ പോലെ ഭയങ്കരമായി കിടന്ന് ചുഴലുന്ന എന്തോന്നാണ്? വായ തുറക്കുമ്പം കാണുന്ന എന്താണ്? നാക്ക്. ആ ഊറ്റൻ നാക്ക് ഇങ്ങനെ പുറത്തേക്ക് നീട്ടുമ്പോൾ കാണപ്പെടുന്ന വായു വലുതായിട്ട് തുറന്ന് നാക്കിങ്ങനെ പുറത്തേക്ക്. ആ നാക്കെങ്ങനെയാണ്? വാള് പോലെ ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു നാക്ക്. അപ്പം നാക്ക് പുറത്തേക്കിടും, വായ ആദ്യം പൊളിക്കുന്നു, അപ്പോൾ നാക്ക് പുറത്തേക്കിടുന്നു, അതിങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം വായ തുറന്നപ്പോഴോ ആ പുറത്തേക്ക് കാണപ്പെടുന്ന എന്തെന്നാണ്? 2 വലിയ ദംഷ്ട്രകളാൽ ഏറ്റവും ഭയങ്കരമായ, അതാണ് ഖഡ്ഗോഗ്രവൽഗൻ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്ക്. ജിഹ്വ നിർഗമ ദൃശ്യമാന ഖഡ്ഗോഗ്ര. അപ്പം വാൾ പോലെ ഭയങ്കരമായി കിടന്ന് ചുഴലുന്ന ജിഹ്വ നിർഗമ ദൃശ്യമാന, നിർഗമം എന്ന് പറഞ്ഞാൽ പുറത്തേക്കിടുന്നത്, ദൃശ്യമാന എന്ന് പറഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് നീട്ടുമ്പോൾ കാണപ്പെടുന്നത്. സുമഹാദംഷ്ട്രായുഗോഡാമരം. അപ്പോൾ കാണപ്പെടുന്ന ദംഷ്ട്രകൾ, 2 വലിയ ദംഷ്ട്രകളാൽ ഏറ്റവും ഭയങ്കരമായ. അഹോ തവ ഇതം വപുഹു ജിയാത്. അഹോ, ആശ്ചര്യത്തെ കാണിക്കുകയാണ്. ആ ആശ്ചര്യകരവുമായ തവ ഇതം വപുഹു, അവിടുത്തെ ഈ ശരീരം ജിയാത് ജയിക്കുമാറാകണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. അങ്ങനെ ഭട്ടതിരിപ്പാട് ആ നരസിംഹത്തിൻ്റെ രൂപത്തിനെ ഇങ്ങനെ വാഴ്ത്തുകയാണ്. എങ്ങനെയാണ് ആ പറയുന്നത്? എങ്ങനെയാണ്? തീയിലിട്ട് ആ ചുട്ടുപഴിപ്പിച്ച സ്വർണം പോലെ ആ തിളങ്ങുന്നതും അത്യന്തം രൂക്ഷങ്ങളുമായിട്ടുള്ള കണ്ണുകളോടും, പിന്നെ ആ ചലനം കാരണം ഈ ആകാശമാർഗത്തെ ഇങ്ങനെ ശരീരം ഇങ്ങനെ ചലിക്കുമ്പോൾ ഈ ആകാശത്തെ മറയ്ക്കുന്ന മാതിരിയുള്ള ആ കുഞ്ചിരോമങ്ങളോടും മഹാഗുഹ പോലെ അത്രയും വിസ്താരത്തിൽ തുറന്നിരിക്കുന്ന ആ വായയോടും പുറത്തേക്ക് നീട്ടിയിരിക്കുന്ന നീണ്ടു വളഞ്ഞ് ഇളകിക്കൊണ്ടിരിക്കുന്ന വാൾ പോലെയുള്ള നാക്കിനോടും അതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ആ കാണപ്പെടുന്ന ഭയാനകമായിട്ടുള്ള ആ ദംഷ്ട്രകളോടും കൂടിയ അങ്ങയുടെ ആശ്ചര്യകരമായ രൂപം വിജയിക്കട്ടെ, അല്ലയോ ഭഗവാനെ, വിജയിക്കട്ടെ ഗുരുവായൂരപ്പ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. തപ്തസ്വർണ്ണ സവർണ്ണ ഘൂർണതതിരൂക്ഷാക്ഷം സടാകേസര പ്രോത്കമ്പ പ്രനികുംബിതാംബരമഹോ ജീയാത്തവേദം വപുഃ വ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗന്മഹാ ജിഹ്വാ നിർഗമദൃശ്യമാനസുമഹാദംഷ്ട്രായുഗോഡ്ഡാമരം.